ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് ലക്ഷ്യം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാലങ്കൃതമായിട്ട് അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാരാഫ്രനിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഓർമ്മയാണ് നമുക്കതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്.